നമ്മൾ ചെയ്തിട്ടില്ല, ഇവിടെ നമ്മൾ ചെയ്തു. ഇത് കണ്ടോ? നോക്കിയേ, വെറും 1000 രൂപയ്ക്ക് നമ്മൾ ചെയ്ത സെറാമിക് കോട്ടിൻ്റെ ആ ഒരു ഫിനിഷിംഗ് ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒലിച്ചിറങ്ങുന്ന നോക്കിയേ, ഇത് കണ്ടോ? അപ്പുറത്തെ ഹെഡ്ലൈറ്റ് കാണിച്ചു തരാം. ദേ കണ്ട, അവർ റെഡ് കളർ ഇപ്പം നിൽക്കുന്നുണ്ട്. അതെ, ഇത് നോക്കിയേ നിങ്ങൾ. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ സാധനം എന്തേ അനങ്ങത്തില്ല, നോക്കിയേ, അങ്ങനെ ഇരിക്കുമോ. അത് അതേസമയം നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ ടെന്നിങ് പോരും. നിങ്ങളിത് കണ്ട, 25000 രൂപ മുടക്കി ചെയ്യുന്ന സെറാമിക് കോട്ടിങ് വെറും 1000 രൂപ, അതുമില്ല 995 രൂപയ്ക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് തന്നെ എങ്ങനെ എളുപ്പം ചെയ്യാമെന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഒരു വണ്ടി ഉള്ളവരെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് സെറാമിക് കോട്ടിങ് ചെയ്ത് നമ്മുടെ വണ്ടി ഇങ്ങനെ തിളക്കി ഇടുക, അതേപോലെ നമ്മുടെ വണ്ടിയിൽ ഒരു തരി വെള്ളം പോലും പിടിക്കാതിരിക്കുക എന്നൊക്കെ എല്ലാവരുടെ ആഗ്രഹമാണ്. പക്ഷേ സെറാമിക് കോട്ടിങ് ഒക്കെ ചെയ്യണമെങ്കിൽ കുറഞ്ഞത് ഒരു 10-25000 രൂപയൊക്കെ നമുക്ക് ചിലവ് വരുന്നുണ്ട്. ആ ഒരു 25000 രൂപ ചിലവ് വരുന്നത് വെറും 1000 രൂപയ്ക്ക് ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പെട്ടി കണ്ടോ, ഇതിൻ്റെ അകത്തിരിക്കുന്ന മുതൽ കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യാമെന്നാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോണത്. അപ്പോൾ അതെ, ഈ ഒരു പെട്ടി തുറക്കുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന ഒരു മൈക്രോ കോട്ടൺ തുണിയാണ്. ഇത് നമുക്ക് മാറ്റി വെച്ചേക്കാം. ദേ, ഇവനാണ് നമ്മുടെ മുതൽ. വെറും 1000 രൂപയ്ക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പോകുന്ന സെറാമിക് കോട്ടിങ്ങിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ്. ഇതാണ് നമ്മുടെ ഐറ്റം, നമ്മുടെ ഹൈഡ്രോ ഷീൽഡ് സെറാ പ്രോ എന്നുള്ള നമ്മുടെ Q4ൻ്റെ പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും 1650 രൂപയെന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് വെറും 995 രൂപയ്ക്കാണ് നിങ്ങളുടെ കയ്യിലേക്ക് എത്താൻ പോകുന്നത്. ഇതിവിടെ വെച്ചേക്കാം. പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ സെറാമിക് ചെയ്യുന്ന ഈ ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഇത് വെച്ചാണ് എല്ലാ വണ്ടികളും 25000 അല്ല ലക്ഷങ്ങൾ വില വരുന്ന സെറാമിക് കോട്ടിങ് ചെയ്യുന്ന ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് ഉൾപ്പെടെയാണ് നമുക്ക് ഇതിൽ വരുന്നത്. അതേപോലെ നമുക്കിത് ഒരു സ്പ്രേ ഗണ്ണും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ലാസ്റ്റ്. എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു വാഗനാറിലാണ് നമ്മളിപ്പോൾ സെറാമിക് കോട്ടിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വണ്ടി നല്ല രീതിയിൽ വാഷ് ചെയ്ത് നല്ല വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇതിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മുടെ ഈ ഒരു ലിക്വിഡ് നമ്മുടെ ഈ ഒരു സ്പോഞ്ചിലേക്ക് ആദ്യം ഒരു 5 തുള്ളി, കണ്ടോ, അധികം എടുക്കരുത്, ഒരു 5 തുള്ളി മാത്രം ഇതേപോലെ എടുക്കുക. ആദ്യം നമ്മളിങ്ങനെ ഒരു പ്ലസ് ആകൃതിയിൽ ഇങ്ങനെ ചെയ്യുക. കണ്ടോ, അതിങ്ങനെ ചെയ്തിട്ട് ഓപ്പോസിറ്റ് ആകൃതിയിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കാരണവശാലും ഇതിൽ ബലം കൊടുത്ത് നിങ്ങൾ ചെയ്യരുത്. ബലം കൊടുക്കാതെ, സ്പോഞ്ചിൽ ബലം കൊടുക്കാതെ വേണം നൈസായിട്ട്. കണ്ടത് ഇതേപോലെ പയ്യെ സമയം എടുത്ത് ചെയ്താൽ മതി. കൂടുതൽ ഏരിയ ഒരു സമയത്ത് ചെയ്യാൻ ശ്രമിക്കരുത്, ഒരു ചെറിയ ഏരിയ ചെയ്യുക. നമ്മൾ ഈ ഒരു ഏരിയ ഫുള്ള് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ഏരിയ ആണ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് തന്നിരിക്കുന്ന മൈക്രോ കോട്ടൺ തുണി കൊണ്ട് ആദ്യം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വൈപ്പ് ചെയ്യുക. അതിന് ശേഷം ഇങ്ങനെ സർക്കുലാർ മോഷനിൽ ഇതെന്തിനാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഒരേപോലെ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എത്താൻ വേണ്ടിയാണ് കേട്ടോ. കാറിൻ്റെ ബോഡിയിൽ മാത്രമല്ല, നമ്മുടെ ഗ്ലാസ്സിലും ഈ ഒരു സാധനം നമുക്ക് ഉപയോഗിക്കാൻ കേട്ടോ. കണ്ടോ, നമ്മുടെ ഗ്ലാസ്സിൽ നമുക്ക് ഇതേപോലെ ഉപയോഗിക്കാം. നമ്മുടെ വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഗ്ലാസ്സിൽ ഉപയോഗിക്കാം. അതേപോലെ നമ്മുടെ വണ്ടിയിൽ ഈ ഒരു കറുത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു ബ്ലാക്ക് കളർ ഇരിക്കുന്നത്, അവിടെ എല്ലാം നമുക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാം. നമ്മളിപ്പോൾ ഹെഡ്ലൈറ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. കണ്ടോ, ഹെഡ്ലൈറ്റിൽ നമുക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് സാധാരണക്കാർ ഞാൻ ആദ്യം വിചാരിച്ചത് ഉപയോഗിക്കാൻ പാടായിരിക്കുമെന്നാണ്. പക്ഷേ ഒരു പാടുമില്ല കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ വളരെ സിമ്പിളാണെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ അനിയനാണ്. അവനാണ് ഇപ്പം നമ്മുടെ ആ ഒരു ബമ്പറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന കേസ് കിട്ടുള്ളൂ. ഇവിടെ എങ്ങനെ ഉണ്ടോ, എളുപ്പമല്ലേ ചെയ്യാൻ? പിന്നെ സിമ്പിൾ അല്ലേ? സിമ്പിളാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് തൂത്ത് പിടിപ്പിക്കുക. അതിനുശേഷം നമ്മുടെ ആ ഒരു മൈക്രോ കോട്ടൺ കൊണ്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തുടച്ചങ്ങ് എടുത്തേച്ചാൽ മതി. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ 6 മണിക്കൂർ നമ്മുടെ വണ്ടി ഇതേപോലെ ഒരു തണലത്തേക്ക്, അതായത് ഡയറക്റ്റ് വെയിലടിക്കാത്ത ഒരു തണലത്തേക്ക് മാറ്റിയിടുക എന്നുള്ളതാണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടിയുടെ പെയിൻറ്റും നമ്മുടെ ഈ ഒരു സെറാമിക് കോട്ടിങ്ങുമായിട്ട് ഒരു ബോണ്ടിങ് ഉണ്ടാവാൻ വേണ്ടിയാണ്. 6 മണിക്കൂർ ശേഷമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ശരിക്കും 6 മണിക്കൂറില്ല, ഇന്നലെ വൈകിട്ടാണ് ഞങ്ങളിത് ചെയ്തിട്ടത്. അപ്പോൾ ഓർത്ത് നല്ലതുപോലെ കിടന്നൊന്ന് സെറ്റ് ആയിക്കോട്ടെ. അങ്ങനെ അടുത്ത ദിവസം രാവിലെ കൃത്യം 10 മണിയാകുമ്പോൾ നമ്മൾ എത്തിയിരിക്കുകയാണ് വണ്ടിയുടെ അടുത്ത്. നമ്മളിത് ഫുഡ് കളർ നമ്മൾ മേടിച്ച്, ഫുഡ് കളറാണ്. ഫുഡ് കളർ മേടിച്ച് നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയാണ്. നമ്മുടെ ഈ ഒരു വണ്ടി നീല കളറായതുകൊണ്ട് തന്നെ പച്ചവെള്ളം ഒഴിച്ചാൽ നിങ്ങൾക്ക് അവർ കറക്റ്റായിട്ട് മനസ്സിലാകത്തില്ല. അപ്പോൾ അതേ ഫുഡ് കളർ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഒഴിക്കാൻ പോവാണ്, കണ്ടോണേ. നോക്കിക്കേ, അടുത്തത് ഇത് ചെയ്യാത്ത വശത്ത് അവിടെ നമ്മൾ ചെയ്തിട്ടില്ല, ഇവിടെ നമ്മൾ ചെയ്തു. നോക്കിക്കേ, വെറും 1000 രൂപയ്ക്ക് നമ്മൾ ചെയ്ത സെറാമിക് കോട്ടിൻ്റെ ആ ഒരു ഫിനിഷിംഗ് ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ. കണ്ടാ, ഇവിടെ നോക്കിക്കേ, കണ്ടോ, നോക്കിക്കേ, ആ ഒലിച്ചിറങ്ങുന്ന നോക്കിക്കേ. ശരി ദൈവം, ഇത്ര റിസൾട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. നമ്മൾ വണ്ടി ഫുള്ള് ചെയ്തായിരുന്നു കേട്ടോ. ഫ്രണ്ട് ബമ്പറും എല്ലാം ചെയ്തായിരുന്നു. കണ്ടോ, അവിടെയൊക്കെ നമ്മൾ ബമ്പർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെയ്തിട്ടില്ല. കണ്ടോ, നോക്കിക്കേ, എങ്ങനെയുണ്ട് നിങ്ങൾ തന്നെ പറ. ഇത് നോക്കിക്കോണം, ഈ ഒരു തുള്ളി നോക്കിക്കോണം.
എൻ്റെ ദൈവമേ, പൊള്ളി പൊള്ളി. അപ്പോൾ അതെ നമ്മുടെ ഹെഡ്ലൈറ്റിൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നോക്കിക്കേ, ഇത് കണ്ടോ? അപ്പുറത്തെ ഹെഡ്ലൈറ്റ് കാണിച്ചു തരാം. ബാ, അതെ കണ്ട, അവർ റെഡ് കളർ ഇപ്പം നിൽക്കുന്നുണ്ട്. അതെ ഇത് നോക്കിക്കേ നിങ്ങൾ. ഇതാണ് നമ്മുടെ 1000 രൂപയുടെ സെറാമിക് കോട്ടിൻ്റെ റിസൾട്ട്. ഇപ്പോൾ ഫ്രണ്ട് ഗ്ലാസ്സിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ റിസൾട്ടാണ് ഞങ്ങൾ കാണിക്കുന്നത്. നോക്കിയേ, നമുക്ക് വൈപ്പർ ഇട്ടാലും ഒരു കുഴപ്പമില്ല. നോക്കിയേ, നല്ല സെറ്റായിട്ടാണിത്. കണ്ട, ഒരു പ്രശ്നവുമില്ല, വെള്ളം നിൽക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ. കണ്ട നോക്കിയേ, ഒന്ന് ഇപ്പം വെള്ളം ഒഴിക്കാൻ നേരം നോക്കിക്കോണേ, വെള്ളം ഒലിച്ചിറങ്ങുന്ന കാണാം. നോക്കിക്കോണേ, കണ്ട വെള്ളം. എൻ്റെ ദൈവമേ, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. നോക്കിയേ, പൊളിയായിട്ടോ, ഒരു തരി വെള്ളം പിടിക്കുന്നില്ല. അവിടെ നോക്കിയാൽ അവിടെ വെള്ളമാണ്. നോക്കിയേ, ആ സമയം ഇങ്ങോട്ട് നോക്കിയേ, എൻ്റെ ദൈവമേ, പൊളി പൊളി പൊളി. കളറൊക്കെ കാര്യം ഒഴിച്ചായിരുന്നു. അപ്പോൾ എന്തായാലും അതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി കളയണമല്ലോ. അപ്പോൾ നമ്മൾ നോക്കിയാൽ നമ്മൾ വണ്ടിയിൽ ഫുള്ള് നമ്മൾ സെറാമിക് ചെയ്തായിരുന്നു, ബോഡി ഫുള്ള് ചെയ്തായിരുന്നു. ഒരു തരി വെള്ളം പിടിക്കുന്നുണ്ടോ നോക്കിയേ, കണ്ട എന്ത് പക്കയായിട്ടാണ് നോക്കിയാൽ പോണത് വെള്ളം. നിങ്ങൾ ആ സൈഡ് നോക്കണ്ട, ഈ സൈഡ് നോക്കി. ഈ സൈഡ് നമ്മൾ ചെയ്യാത്ത വശവും ഇത് നമ്മൾ ചെയ്ത വശവുമാണ്. നോക്കിക്കേ, ആ ഒരു ഡിഫറൻസ് കണ്ട, വെള്ളം ഒഴുകിപ്പോണ ആ ഒരു ഡിഫറൻസ് കണ്ട. അതാണ് സംഭവം. നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുള്ള ആ ഒരു റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇപ്പോഴും വെള്ളമാണ്. നോക്കിക്കേ, അതും നമ്മൾ ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം ഭയങ്കരമാണ്. കാരണം ഞാനത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം. അതായത് നമ്മുടെ ഈ ഒരു നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ അടപ്പ് ഞാൻ ജയിച്ചൊന്ന് കാണിച്ചു തരാം. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ സാധനം അനങ്ങത്തില്ല. നോക്കിയേ, അങ്ങനെ ഇരിക്കുമോ. അത് അതേസമയം നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, തെന്നിങ് പോരുമോ. നോക്കിയതേ, ഇവിടെ നമ്മൾ അതേ പൊസിഷനിൽ വെച്ചതേ, അവിടെ സ്റ്റക്കായിട്ട് ഇങ്ങനെ പയ്യെ പമ്മിയാണ് വരുന്നത്. ഇത് നോക്കിയതേ, ഇവിടെ നിന്ന് ഉമ്മ വെച്ചാൽ മതി. നോക്കിയേ, സാധനം കൂരി നമ്മുടെ കയ്യിൽ വരുന്നത്. അതാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഗുണം. തുടക്കത്തിൽ ഞാൻ ഈ ഒരു നോസിലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഉപയോഗം എന്ന് വെച്ചാൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കിത് പോയി എന്ന് തോന്നുന്ന ഒരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു സമയത്ത് ഈ ഒരു നോസിൽ കൊണ്ട് നമുക്കിത് ഇതേപോലെ സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ആ ഒരു മൈക്രോ കോട്ടൺ വെച്ച് തുടച്ച് കഴിഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് നമുക്ക് പഴയ പോലെ തന്നെ നിലനിർത്താൻ സാധിക്കുന്നത്. അതായത് ടോപ്പ് അപ്പ്, നമ്മൾ ബൂസ്റ്റർ ഡോസ് എന്നൊക്കെ പറഞ്ഞില്ല, അതേപോലെ ഒരു ബൂസ്റ്റർ ഡോസ് ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾ AP കാണുന്ന നോസിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ മേടിക്കാൻ കിട്ടത്തില്ല. കാരണം ഇത് അത്രയ്ക്ക് അഫോർഡബിൾ റേറ്റിനാണ് നമ്മുടെ സാധാരണക്കാരുടെ കയ്യിലേക്ക് ഈ ഒരു സാധനം എത്തിക്കുന്നത്. അതുകൊണ്ട് ആമസോൺ ഫ്ലിപ്കാർട്ടിന് സെയിൽ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ നിങ്ങൾക്ക് ചാർജസും ആവും, അവരുടെ കമ്മീഷൻ. അതുകൊണ്ട് തന്നെ ഇവർ ഡയറക്റ്റ് ആയിട്ട്, അതായത് ഈ ഒരു Q4 ഡയറക്റ്റ് ആയിട്ടാണ് കസ്റ്റമറുടെ കയ്യിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എത്തിക്കുന്നത്. അതായത് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഗ്രാൻഡ്യോ റൈറ്റ്സ് എന്നുള്ള ആ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ലഭിക്കത്തുള്ളൂ. 995 രൂപയ്ക്ക് ഫ്രീ ഡെലിവറിയോട് കൂടിയാണ് നിങ്ങളുടെ കയ്യിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇതിൻ്റെ റിസൾട്ട് നിങ്ങളിപ്പോൾ കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് മേടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. സെറാമിക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരെയും സ്മി ഗോവിന്ദ് സൈനിങ് ഔട്ട്.